ഹലോ സ്റ്റുഡൻസ്, ഈ സെഷനിൽ ഒരു ക്ലാമ്പ് മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ ഉപയോഗിച്ച് ഒരു ഹെർമെറ്റിക് കംപ്രസർ മോട്ടറിന്റെ ടെർമിനൽ സീക്വൻസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്കറിയാം. കൂടാതെ ഒരു അമ്മീറ്ററും AVO മീറ്ററും ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ടും റണ്ണിംഗ് കറണ്ടും അളക്കും. ലക്ഷ്യങ്ങൾ: ഈ എക്സസൈസിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. കറന്റ് കോയിൽ റിലേ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഓവർലോഡ് പ്രൊട്ടക്ടർ ടെസ്റ്റ് ചെയ്യുക. കംപ്രസർ വൈൻഡിങ്ങുകൾ തിരിച്ചറിയുക. കംപ്രസറിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിക്കുന്നു. ഡോർ സ്വിച്ചിന്റെ കണ്ടീഷൻ വിലയിരുത്തുക. തെർമോസ്റ്റാറ്റും കപ്പാസിറ്ററും ടെസ്റ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് കറന്റ്, റണ്ണിംഗ് കറന്റ് എന്നിവയുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അളക്കുക. നമുക്ക് ഇപ്പോൾ ആവശ്യമായ ഉപകരണങ്ങൾ, സജ്ജീകരണങ്ങൾ, ആവശ്യമുള്ള വസ്തുക്കൾ എന്നിവ നോക്കാം. സ്ക്രൂ ഡ്രൈവർ വിത്ത് 10 mm tip and 200 mm length. 200 mm length insulated cutting pliers. Phillips screwdriver set. Ohm meter, ammeter, voltmeter, clamp tester, screwdriver set. Combination pliers. 100 mm length electrician knife. All electrical components of refrigeration, both direct and indirect. 0.5 horsepower single phase induction motor. 230 volts to 240 volts. 10 amps direct online starter, 240 volts. Current coil relay. Overload protector. 2 meters of 1 square millimeter lead wire. 2 meters wire with crocodile clip. Thermostat. Capacitor. 5 meters of 2.5 square millimeter PVC multi-strand cable. 16 amps 1C DP switch 240 volts. ഇനി നമുക്ക് ടെർമിനലുകൾ തിരിച്ചറിയുന്നതിനും പ്രതിരോധം അളക്കുന്നതിനുമുള്ള പ്രക്രിയ നോക്കാം. ടെർമിനലുകൾ തിരിച്ചറിയുകയും റെസിസ്റ്റൻസ് അളക്കുകയും ചെയ്യുക. കറന്റ് കോയിൽ റിലേ പരിശോധിക്കുക. ടെർമിനലുകൾ 4നും 5നും ഇടയിൽ ഒരു ഓം മീറ്റർ ഉപയോഗിച്ച് തുടർച്ച പരിശോധിക്കുക. അത് ഉണ്ടായിരിക്കണം. പ്രവർത്തിക്കുന്ന കറന്റ് കോയിൽ റിലേക്കായി ടെർമിനലുകൾ 1നും 2നും ഇടയിൽ കണ്ടിന്യൂറ്റി കണ്ടെത്തുക. പ്രവർത്തനരഹിതമായ അവസ്ഥയിൽ ടെർമിനലുകൾ 5, 6 എന്നിവയ്ക്ക് ഓപ്പൺ സർക്യൂട്ട് ഉണ്ടായിരിക്കണം. റിലേ തലകീഴായി തിരിക്കുക. റിലേ തലകീഴായി തിരിക്കുമ്പോൾ ടെർമിനലുകൾ 5നും 6നും ഇടയിൽ നിങ്ങൾ കണ്ടിന്യൂറ്റി കണ്ടെത്തുകയാണെങ്കിൽ അത് റിലേ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. റിലേ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തിരികെ വയ്ക്കുക. ടെർമിനലുകൾ 2നും 3നും ഇടയിൽ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ റിലേ ശരിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. റിലേയുടെ പ്ലഞ്ചർ നോക്കുക. തലകീഴായി തിരിക്കുമ്പോൾ അത് ഒരു ശബ്ദത്തോടെ മുകളിലേക്ക് പോകണം. അത് തിരികെ വെച്ചാൽ അത് ഒരു ശബ്ദത്തോടെ താഴേക്ക് പോകും. ശബ്ദമില്ലെങ്കിൽ റിലേയിൽ തകരാറുണ്ടാകാം. ഓവർലോഡ് പ്രൊട്ടക്ടർ പരിശോധിക്കുക. ഒരു ഓം മീറ്റർ ഉപയോഗിച്ച് ടെർമിനലുകൾ 1നും 3നും ഇടയിലുള്ള കണ്ടിന്യൂറ്റി പരിശോധിക്കുക. ടെർമിനലുകൾ 4നും 5നും ഇടയിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ബൈമെറ്റൽ കോൺട്രാക്റ്റുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കണ്ടിന്യൂറ്റിയുടെ അഭാവം ഒരു ഡിസ്കണക്റ്റീവ് ഓവർലോഡ് പ്രൊട്ടക്ടറിനെ സൂചിപ്പിക്കുന്നു. ഡിസ്കിൽ തുരുമ്പ് രൂപപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഓവർലോഡ് പ്രൊട്ടക്ടർ പരിശോധിക്കുക. തുരുമ്പുണ്ടെങ്കിൽ പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത് ഉചിതമല്ല. കംപ്രസർ വൈൻഡിംഗ് ടെർമിനൽ പിന്നുകളുടെ തിരിച്ചറിയൽ. ഫ്രാക്ഷൻ ഹോഴ്സ് പവർ ഹെർമെറ്റിക് കംപ്രസറിനായി ഒരു ഓം മീറ്റർ ഉപയോഗിക്കുന്നു. ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്നവ ഓർക്കുക. റണ്ണിംഗ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനേക്കാൾ കുറവാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് എല്ലായ്പ്പോഴും റണ്ണിംഗ് വൈൻഡിങ്ങിനേക്കാൾ കൂടുതലാണ്. സംയോജിത റെസിസ്റ്റൻസ് ആരംഭിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ വൈൻഡിംഗ് റെസിസ്റ്റൻസുകളുടെ ആകെത്തുകയാണ്. ഉചിതമായ ക്രമീകരണത്തിലേക്ക് ഓം മീറ്റർ സെറ്റ് ചെയ്യുക. A and C ടെർമിനലുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക.
റെക്കോർഡ് ഷീറ്റ് ടേബിൾ നമ്പർ 1-ൽ നിയുക്ത പ്രദേശത്ത് മൂല്യം രേഖപ്പെടുത്തുക. എ ആൻഡ് ബി എന്നീ ടെർമിനലുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. റെക്കോർഡ് ഷീറ്റിലെ നിർദ്ദിഷ്ട വിഭാഗത്തിൽ ഈ റീഡിംഗ് രേഖപ്പെടുത്തുക. സി, ബി എന്നീ ടെർമിനലുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. റെക്കോർഡ് ഷീറ്റിന്റെ ഉചിതമായ വിഭാഗത്തിൽ ഈ അളവ് രേഖപ്പെടുത്തുക. എ എന്ന് തിരിച്ചറിയപ്പെടുന്ന ടെർമിനൽ പിൻ പൊതു ടെർമിനലായി പ്രവർത്തിക്കുന്നു. ബി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ടെർമിനൽ പിൻ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ പ്രതിനിധീകരിക്കുന്നു. സി എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ടെർമിനൽ പിൻ റണ്ണിംഗ് വൈൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നു. കംപ്രസറിൽ ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുന്നു. ഉചിതമായ സ്കെയിലിലേക്ക് ഓം മീറ്റർ ക്രമീകരിക്കുക. RX 10000. കംപ്രസറിന്റെ ടെർമിനലിലേക്ക് എ പ്രോബ് ബന്ധിപ്പിക്കുക. കംപ്രസറിന്റെ മെറ്റൽ കേസിംഗിൽ ബി പ്രോബ് ഘടിപ്പിക്കുക. ഒരു കണ്ടിന്യൂറ്റി പരിശോധന നടത്തുക. കണ്ടിന്യൂറ്റിയുടെ അഭാവം കംപ്രസർ ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. ഡോർ സ്വിച്ചിന്റെ അവസ്ഥ വിലയിരുത്തുന്നു. റെഫ്രിജറേറ്റർ ഓണാക്കുക. ക്യാബിനറ്റ് ബൾബിന്റെ അവസ്ഥ പരിശോധിക്കാൻ റെഫ്രിജറേറ്ററിന്റെ വാതിൽ തുറക്കുക. അകത്ത് ഗ്ലോ ആവണം. ബൾബ് ഗ്ലോ ആയില്ലെങ്കിൽ ബൾബ് പരിശോധിക്കുക. ബൾബ് ഫ്യൂസ്ഡോ തകരാറുള്ളതോ ആണെന്ന് തോന്നുന്നുവെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയും പ്രകാശിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ബൾബ് മാറ്റുന്നത് പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഓഫാക്കുക. ഡോർ സ്വിച്ച് അതിന്റെ സ്ഥാനത്ത് നിന്ന് വേർപെടുത്തി അനുബന്ധ വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. സ്വിച്ചിന്റെ ഓൺ ഓഫ് സ്ഥാനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി നിർണ്ണയിക്കാൻ ഒരു ക്ലാമ്പ് മീറ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുക. ബൾബ് ഹോൾഡറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വയറുകൾ പരിശോധിക്കുക. ഡോർ സ്വിച്ച് തകരാറിലാണെന്ന് കണ്ടെത്തിയാൽ അത് മാറ്റി വയറുകൾ സുരക്ഷിതമായി വീണ്ടും കണക്ട് ചെയ്യുക. തെർമോസ്റ്റാറ്റിന്റെ അവസ്ഥ വിലയിരുത്തുന്നു. റെഫ്രിജറേറ്റർ ഓൺ ആക്കുക. റെഫ്രിജറേറ്റർ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ തെർമോസ്റ്റാറ്റ് പരിശോധിക്കുക. തെർമോസ്റ്റാറ്റ് നീക്കം ചെയ്ത് അതിന്റെ വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. ഒരു ക്ലാമ്പ് മീറ്ററോ ടെസ്റ്റ് ലാമ്പോ ഉപയോഗിച്ച് ഓഫ് ഓൺ സ്ഥാനങ്ങളിൽ അതിന്റെ റീഡിംഗുകൾ പരിശോധിച്ച് അതിനുശേഷം തെർമോസ്റ്റാറ്റിന്റെ കണ്ടിന്യൂറ്റി വിലയിരുത്തുക. കപ്പാസിറ്റർ പരിശോധിക്കുന്നു. പരിശോധനയ്ക്കായി കപ്പാസിറ്റർ ശ്രദ്ധാപൂർവം ഡിസ്കണക്ട് ചെയ്യുകയും അതിന്റെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുക. കപ്പാസിറ്റർ ടെസ്റ്റ് സർക്യൂട്ടിലേക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. സർക്യൂട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്യൂസ് പരിശോധിക്കുക. സർക്യൂട്ട് പ്ലഗ് ഇൻസ്പെക്ട് ചെയ്ത് പവർ ഓൺ ആക്കുക. ഏകദേശം 1 മുതൽ 2 സെക്കൻഡ് വരെ ചാർജിംഗ് സ്വിച്ച് ബി അമർത്തിപ്പിടിക്കുക. സർക്യൂട്ട് പ്ലഗ് നീക്കം ചെയ്തുകൊണ്ട് സർക്യൂട്ട് ഓഫ് ചെയ്യുക. സ്വിച്ച് ബി തുറന്നിരിക്കുമ്പോൾ ഷോർട്ട് സ്വിച്ച് സി തൽക്ഷണം സ്പർശിക്കുക. കപ്പാസിറ്റർ നല്ല അവസ്ഥയിലാണെങ്കിൽ ഒരു വിസിബിൾ സ്പാർക്ക് പ്രത്യക്ഷപ്പെടണം. തുടക്കത്തിൽ സ്പാർക്ക് ഇല്ലെങ്കിൽ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് 2 or 3 തവണ കൂടി പരിശോധന നടത്തുക. ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ഹെർമെറ്റിക് കംപ്രസർ മോട്ടറിന്റെ ടെർമിനൽ സീക്വൻസ് നമുക്ക് തിരിച്ചറിയാം. ഒരു അമ്മീറ്ററും AVO മീറ്ററും ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് കറണ്ടും റണ്ണിംഗ് കറണ്ടും അളക്കുക. കറണ്ട് അളക്കുന്നത്. യൂണിറ്റ് പ്ലഗ് ഇൻ ചെയ്ത് പവർ ഓൺ ആക്കുക. ടോങ് ടെസ്റ്റർ സുരക്ഷിതമായി ഫേസ് വയറിൽ ഉറപ്പിക്കുക. യൂണിറ്റ് പ്രവർത്തിപ്പിച്ച് ടെസ്റ്റർ പിടിക്കുക. യൂണിറ്റ് ഏകദേശം 5 മിനിറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ടോങ് ടെസ്റ്ററിൽ നിന്ന് ഒരു ഇനീഷ്യൽ കറന്റ് റീഡിംഗ് എടുത്ത് അത് റെക്കോർഡ് ചെയ്യുക. ടോങ് ടെസ്റ്റർ ഉപയോഗിച്ച് മറ്റൊരു കറന്റ് റീഡിംഗ് എടുത്ത് റെക്കോർഡ് ചെയ്യുക. യൂണിറ്റ് ഓഫ് ചെയ്യുക. ഫേസ് വയറിൽ നിന്ന് ടോങ് ടെസ്റ്റർ സുരക്ഷിതമായി നീക്കം ചെയ്യുക. റീക്യാപ്പ്. ഈ വിഷയത്തിൽ നമ്മൾ താഴെ പറയുന്നവ മനസ്സിലാക്കി.
കറന്റ് കോയിൽ റിലേ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത്, ഓവർലോഡ് പ്രൊട്ടക്ടർ ടെസ്റ്റ് ചെയ്യുന്നത്, കംപ്രസർ വൈൻഡിംഗ് തിരിച്ചറിയുന്നത്, കംപ്രസറിൽ ഷോർട്ട് സർക്യൂട്ടുകൾ ചെക്ക് ചെയ്യുന്നത്, ഒരു ഡോർ സ്വിച്ചിന്റെ അവസ്ഥ ചെക്ക് ചെയ്യുന്നത്, തെർമോസ്റ്റാറ്റും കപ്പാസിറ്ററും പരിശോധിക്കുന്നത്, യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് കറന്റ്, റണ്ണിംഗ് കറന്റ് എന്നിവ അളക്കുകയും ചെയ്യുന്നത്. ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ഒരു ഹെർമെറ്റിക് കംപ്രസർ മോട്ടറിന്റെ ടെർമിനൽ സീക്വൻസ് തിരിച്ചറിയുന്നതിനും ഒരു അമ്മീറ്ററും AVO മീറ്ററും ഉപയോഗിച്ച് കറന്റ് അളക്കുന്ന പ്രക്രിയയും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.